ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഒരു ബോട്ടിൽ ഡെക്കറേഷനാണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഈ ബോട്ടിൽ എനിക്ക് കളഞ്ഞു കിട്ടിയ ഒരു ബോട്ടിലാണ്. അത് ഞാൻ നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി ആണ് യൂസ് ചെയ്ത്. നല്ലൊരു ഷേപ്പോട് കൂടിയുള്ള ഒരു ബോട്ടിലായതുകൊണ്ട് അതൊന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാമാണ്. ഇതിനൊരു അടപ്പില്ലായിരുന്നു. അപ്പോൾ ആ ഒരു അടപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ OHP ഗ്ലാസ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ആ ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പ് അളന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതൊരു 5 എണ്ണം കട്ട് ചെയ്താൽ മാത്രമേ കുറച്ച് തിക്നെസ് കിട്ടത്തുള്ളൂ. കാരണം ഇതൊരു OHP ഗ്ലാസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു നേർത്ത ഷീറ്റാണ്. പക്ഷേ നമുക്കത് അതിനൊരു അടപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 5 എണ്ണമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഈ B7000 എന്നുള്ളൊരു ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഒന്നിൻ്റെ മേൽ വെച്ച് ഒട്ടിച്ച് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുക. അപ്പോൾ കുറച്ച് നല്ല തിക്നെസ് നമ്മൾ ഈ ഒരു ഗ്ലാസ്, അതായത് പ്ലാസ്റ്റിക് ഗ്ലാസിൻ്റെ അത്രയും തിക്നെസ് നമുക്കതിൽ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും തിക്നെസ് തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്ത് അത് ടൈറ്റായിട്ട് ഇരിക്കണമെന്നെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ലെയർ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പം ഇത് വെച്ച് നോക്കി അത് കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇനി ആ ഒരു നീളത്തിൽ ഇതിപ്പോൾ 5 എണ്ണമാണ്. 5 കറക്റ്റ് പറഞ്ഞാൽ 5 എണ്ണത്തിന് നല്ലൊരു തിക്നെസ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത്രയും തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെയറായിട്ട് കട്ട് ചെയ്ത് വീണ്ടും നമ്മൾ അതിലോട്ട് B7000 എന്നുള്ളൊരു ഗം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പം സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ഷേപ്പിൽ ഇത് തന്നെയല്ല, വേറെ ഏത് ഷേപ്പിലതിൽ നമുക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും തിക്നെസ്സോടുകൂടി നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഒരുപാട് ഇതുപോലെ ബോട്ടിൽസുകൾ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഓരോ ഐറ്റംസുകൾ, അത് ഇയറിങ്സ്, ചെയിൻസുകളൊക്കെ ഇട്ട് വെക്കത്തക്ക വിധത്തിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ OHP ഗ്ലാസ് ഷീറ്റിനെ ഒരു നീളത്തിൽ സ്കെയിൽ പോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അടപ്പിൻ്റെ അകത്ത് റൗണ്ട് ചെയ്ത് ഒട്ടിക്കാനായിട്ടാണ് ആ നീളത്തിൽ ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ആ ഒരു ഗമ്മെന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ടുള്ള, നല്ല തിക്നെസ് ഉള്ളൊരു ഗമ്മാണ്. അപ്പോൾ അത് 2-3 ലെയറിൽ അതിൽ ചുറ്റും, ആ ഒരു റൗണ്ടിൽ ചുറ്റും ഞാനത് പേസ്റ്റ് ചെയ്തിട്ട് ആണ് ഇനിയിപ്പം ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു OHP ഗ്ലാസ് ഷീറ്റിൻ്റെ ഒരു ലെയർ ചുറ്റും ഒട്ടിച്ചെടുക്കുക. ഒന്ന് വെച്ചാൽ മതി, അത് അപ്പോഴേ നല്ല രീതിയിൽ അത് പേസ്റ്റ് ചെയ്തോളും. നമുക്ക് ഏത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ബോക്സ് വേണമെങ്കിലും ഇതൊക്കെ വെച്ച് ക്രിയേറ്റ് ഈ വെറും പ്ലെയിനായിട്ടുള്ള ഈ OHP ഷീറ്റിൽ നിന്നും നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ അത് എനിക്ക് കൂടി മനസ്സിലായിട്ടുണ്ട്. അതായത് ഏത് ബേർഡ്സോ ആനിമൽസ് എന്ത് വേണമെങ്കിലും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഈ ഷീറ്റിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ചെയ്യാനുള്ള കണ്ടില്ല, ഈ ഒരു നീളത്തിൽ ഒരു സ്കെയിൽ പോലെ അതാണ് നമുക്കൊരു ഷേപ്പ് ആക്കി എടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ എന്താ, ഇതിന് ചുറ്റും നമുക്ക് നല്ലൊരു അടപ്പായി കഴിഞ്ഞ് അല്ലേ. അടപ്പ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അടപ്പാക്കി ക്രിയേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞ് ഇനി അതിന് ഡെക്കറേഷനുള്ള ഐറ്റംസുകളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ലേസ് നമ്മുടെ കുട്ടികളുടെ ഫ്രോക്കിൽ വയ്ക്കുക 1 മീറ്ററായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതെല്ലാം ഞാൻ കൊല്ലത്തുനിന്ന് ഒരു ഫാൻസി സെൻറ്ററിൽ നിന്ന് നമുക്ക് ഹോൾസെയിലായിട്ട് ഉള്ള കടകളിലാകുമ്പോൾ കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും. ഇതെന്ന് വെച്ചാൽ പെർഫ്യൂമിൻ്റെ അടപ്പാണ്. അപ്പോൾ അതും കൂടിയൊക്കെ വെച്ചപ്പോൾ ഒരു ഗോൾഡൻ ടച്ച് തന്നെ ഉണ്ട്, കണ്ടില്ലേ, നല്ലൊരു ഭംഗിയുണ്ട് അതിന്. അപ്പോൾ ഗോൾഡൻ ഒരു പെർഫ്യൂമിൻ്റെ തന്നെ ഗോൾഡൻ ക്യാപ്പാണ് അത് കിട്ടിയത്. അതുപോലെ തന്നെ ഒരു വൈറ്റ് സ്റ്റോണും ഉണ്ടായിരുന്നു എൻ്റെ ഇയറിങ്സിൻ്റെ ചുറ്റുമൊട്ടിക്കാനായിട്ട് തന്നെ. ഗോൾഡൻ ബീഡ്സുകൾ, ഈ ഡെക്കറേഷൻ ഐറ്റംസുകളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതെല്ലാം കൂടി വെച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അതിൽ നമ്മൾ ആ ഡിസൈൻ അനുസരിച്ച് തന്നെ ഗോൾഡൻ മുത്തുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ ഒരു ഗോൾഡൻ അടപ്പായപ്പം ഞാൻ വിചാരിച്ചത് കംപ്ലീറ്റ് അതിൻ്റെ ഒരു ടച്ചോടുകൂടി ആകുമ്പം കണ്ടില്ലേ, നല്ലൊരു സൂപ്പർ, നമ്മൾ വാങ്ങിക്കുന്നതിലും ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എന്നുള്ളതാണിത്.
കണ്ടില്ലേ എന്ത് ഭംഗിയോടുകൂടി നമുക്കത് ചെയ്തെടുക്കാം. ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഞാനത് പിന്നെ സീക്വൻസാണ്, നമ്മളെ പ്രോജക്റ്റിനുള്ള സീക്വൻസ് അല്ല, വേറെ നമ്മൾ ഡ്രസ്സിൽ ഒട്ടിച്ചെടുക്കാനോ സാരിയിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാനുള്ള സീക്വൻസാണ്. അതിനുള്ള ഗ്ലൂ തന്നെയാണ് ഈ B7000. നമുക്ക് നമ്മളുടെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ വാങ്ങിച്ച് നമുക്ക് അത് ഇത് ഡെക്കറേഷൻ എന്ന് വെച്ചാൽ അത് മനോഹരമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് ഏതിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഡെക്കറേഷൻ മാറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏതിലും നമുക്ക് മനോഹരമായിട്ട് തന്നെ ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതതിൻ്റെ ഒരു അടപ്പ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞ് ഇനി ചെറിയ പഞ്ചസാര, നീല പഞ്ചസാര മുത്തുകളാണ്, അതും വാങ്ങിച്ചത് തന്നെയാണ്. 20 റുപ്പീസ് എങ്ങാനേ വരത്തുള്ളൂ. ഇനി അതിട്ട് അത് ഗ്യാപ്പെല്ലാം അടയ്ക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ ആ ഒരു എംറ്റി ഭാഗം ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ ആവുന്നുണ്ട്. നല്ല ഒരു മനോഹരമായിട്ടൊരു കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് അടിപൊളി ഒരു ഐറ്റം തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. ഇതെന്ന് വെച്ചാൽ കണ്ടില്ലേ ചെയിനാണ്, നമ്മൾ ഓർണമെൻറ്റ് മേക്കിങ്ങിന് ആയിട്ട് യൂസ് ചെയ്യാം. അത് ചുറ്റിലും അത് ഒട്ടിച്ചും വെച്ച് കഴിഞ്ഞ് മനോഹരമാണ്. മോൻ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്, ഇതെല്ലാം കണ്ട് കൗതുകത്തോടെ ഇരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ചെയ്തതെന്നുള്ളത്. അവന് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഫോൺ കൊടുത്തപ്പോൾ അവൻ തന്നെ അവൻ്റെ സെൽഫി എടുക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവനും വളരെ ഒരു സന്തോഷമാണ് ഇതെല്ലാം കാണുമ്പം തന്നെ. കണ്ടില്ലേ അത് നമുക്ക് അടപ്പ് എടുക്കാനും അതുപോലെ തന്നെ ടൈറ്റായിട്ട് അടച്ചു വെക്കാനും പറ്റുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഇയറിങ്സോ അല്ലെങ്കിൽ ചെയിനോ കുട്ടികൾക്കുള്ള ചെയിൻസോ സെപ്പറേറ്റ് ഒരുപാട് എണ്ണം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോട്ടിൽസുകൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസുകൾ എടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കുള്ള ഓർണമെൻറ്റ്സുകളെല്ലാം അതിലിട്ട് കാണാൻ നല്ല കൗതുകത്തോടു കൂടി നമുക്ക് വെക്കാനും പറ്റും. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി എനിക്കത് ചെയ്തെടുത്തപ്പം. കാരണം പ്ലെയിനായിട്ടുള്ളൊരു ഇതിൽ എനിക്കുള്ള ഇയറിങ്സുകളെല്ലാമാണ് കൂടുതലും എനിക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഈ വൈറ്റ് സ്റ്റോൺ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള അതെല്ലാം നമുക്ക് ഇട്ട് സൂക്ഷിച്ച് വെക്കാനുള്ള ചെറിയ ചെറിയ ബോട്ടിൽസുകളായി കഴിഞ്ഞ് കണ്ടില്ലേ. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒരു ബോട്ടിൽസുകൾ നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയേണ്ട ഒരു കാര്യവുമില്ല. അതിന് അടപ്പിനനുസരിച്ച് നമുക്ക് അടപ്പ് ക്രിയേറ്റ് ചെയ്ത് തന്നെ എടുക്കാം. കണ്ടില്ലേ നല്ലൊരു കണ്ടില്ലേ നല്ല ഭംഗിയോടുകൂടി ആ ഗോൾഡൻ ടച്ച് നമുക്ക് വാങ്ങിക്കുന്നതിലും ഭംഗിയുണ്ട്. നമ്മൾ ചെയ്തെടുത്തപ്പോഴത്തേക്ക് നല്ലൊരു ഗോൾഡൻ ടച്ചോടുകൂടി നമുക്കത് ചെയ്തെടുക്കാൻ പറ്റി എന്ന് വളരെ ഒരു സന്തോഷം തന്നെയുണ്ട് എനിക്ക്. കണ്ടില്ല ആ ഒരു കല്ലും ചുറ്റും നമുക്ക് കണ്ടില്ല ആ ഒരു OHP ഗ്ലാസ് ഷീറ്റ് വെച്ചതിൻ്റേതായ പ്രത്യേകത, നമ്മളൊരു യഥാർത്ഥ ഗ്ലാസ് ഒരു അതേപോലെ ഒരു എഫക്റ്റ് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട് OHP ഗ്ലാസ് ഷീറ്റ്. കണ്ടില്ലേ സൂപ്പറപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാം മനോഹരമായിട്ട് തന്നെ. അപ്പം ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ.